ഇന്ന് ഞാൻ ആസ് യൂഷ്വൽ മാത്സ് അല്ല പഠിച്ചത്. ആദ്യം കുറച്ച് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പാർട്ട് റിവൈസ് ചെയ്യുക ചെയ്തത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മഹാത്മാഗാന്ധി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിലബസിലൊരു പോർഷനുണ്ട്. മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണത്. ഞാൻ ആ പോർഷൻസ് ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് റിവൈസ് ചെയ്തില്ല. അതിൻ്റെ കുറച്ച് ഏരിയാസ് ഇന്ന് റിവൈസ് ചെയ്യുക ചെയ്തത്. ഇന്ന് ഞാൻ റിവൈസ് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ എയർലി ലൈഫ് ഇൻ സൗത്ത് ആഫ്രിക്ക, പിന്നെ അതുപോലെ ചമ്പാരൻ, പിന്നെ ഖേദ സത്യാഗ്രഹം, പിന്നെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, പിന്നെ ജാലിയൻ വാലാബാഗ്, പിന്നെ നോൺ കോപ്പറേഷൻ, പിന്നെ ചൗരി ചൗര, അങ്ങനത്തെ കുറച്ച് ഏരിയാസാണ് ഇന്ന് റിവൈസ് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് ഞാൻ മാത്സാണ് പഠിച്ചത്. ഞാൻ സൈലത്തിൻ്റെ അകത്ത് Q&A ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നൊരു കോഴ്സുണ്ട്, അതെടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ ഞാൻ കൂടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ് കൂടാമെന്ന് വിചാരിച്ച് ഇന്ന് മാത്സിൻ്റെ ഒരു ക്ലാസ് കൂടുക ചെയ്തത്. ഇന്നിപ്പം അതിനകത്ത് പെർസെൻറ്റേജ് ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്. അപ്പം ഞാൻ അത് കൂടുമായിരുന്നു ചെയ്തത്. ഇനിയിപ്പോൾ എക്സാമിന് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം PYQs ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ വളരെ വാസ്റ്റ് സിലബസാണ്. അപ്പോൾ കംപ്ലീറ്റ് സിലബസ് പഠിച്ചിട്ട് എക്സാം എഴുതുക എന്ന് പറയുന്നത് നമുക്ക് അത്ര പോസിബിളായ കാര്യമല്ല. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി GKക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് PYQs വെച്ച് അനലൈസ് ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് അത് മാക്സിമം റിവൈസ് ചെയ്യുക. പക്ഷേ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിന് നമുക്ക് നന്നായി പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. ബിക്കോസ് അത് 50 മാർക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുമാത്രമല്ല, അത് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വേണം പഠിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഏരിയയിൽ ഒരു ക്ലാസ് കൂടുക ചെയ്തത്. ഈ സെയിം Q&A കോഴ്സിൻ്റെ ഒരു ക്ലാസ്സാണ് കൂടിയത്. എനിക്ക് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു മേഖലയാണ്. പക്ഷേ നമുക്ക് 10ഓളം മാർക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നോട്ട്സ് എഴുതിയെടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.